അമൽ നമ്മളോടൊപ്പമുണ്ട്. അമൽ, ഈ കേസിന്റെ തുടക്കം മുതൽ അമലും അനന്തനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പോലും ഷാരോണിന്റെ അമ്മാവൻ അത് മാതൃഭൂമി ന്യൂസിനോട് ഒരു നന്ദി അറിയിക്കുകയും ചെയ്താണ്. ഇപ്പോൾ വധശിക്ഷയിലേക്ക് എത്തി നിൽക്കുകയാണ്. എങ്ങനെയായിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെ പോലീസ് ഇതിനോടൊപ്പം ചേർന്ന് നിന്നത്? സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഒരു കേസിൽ ശാസ്ത്രീയതയുടെ ഉറപ്പിൽ എങ്ങനെയെല്ലാം കൊണ്ടുവന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ഉറപ്പാക്കുന്നത്. കണ്ണീരോടെ നിശ്ചയദാർഢ്യത്തോടെ നടത്തിയ ഒരു നിയമ പോരാട്ടം വിജയം കണ്ടു. അങ്ങനെ വേണം നമ്മളിതിനെ കാണാൻ. ഗ്രീഷ്മയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന പരമാവധി ശിക്ഷ, വധശിക്ഷ, തൂക്കുകയർ, ഇതാണ് ഇന്ന് നെയ്യാറ്റിൻകര കോടതി വിധിച്ചിരിക്കുന്നത്. ഗ്രീഷ്മയുടെ ചെയ്തികൾ അതീവ ക്രൂരമാണെന്ന് പറഞ്ഞാണ് കോടതി ഈ ശിക്ഷാവിധി പറയുന്നത്. അതോടൊപ്പം തന്നെ ഷാരോൺ അനുഭവിക്കേണ്ടി വന്ന വേദനകളും അക്കമിട്ട് നിരത്തുകയാണ് കോടതി. ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നു. ഷാരോണിൻ്റെ പ്രണയം, സ്നേഹമെല്ലാം സത്യമായിരുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല ഗ്രീഷ്മ ഒരു കൊടും കുറ്റവാളിയെ പോലെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഈ ശിക്ഷാവിധിയിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഗ്രീഷ്മയെ ഈ വിധി കേൾക്കുന്ന സമയത്ത് നിർവികാരയായി കോടതിയിൽ ഇരിക്കുകയായിരുന്നു. അവിടെ രണ്ട് കുടുംബങ്ങൾ ആ കോടതിയിലുണ്ടായിരുന്നു. ഒന്ന് ഗ്രീഷ്മയുടെ കുടുംബം, അതോടൊപ്പം തന്നെ ഈ ഷാരോണിൻ്റെ കുടുംബം. ഈ രണ്ട് കുടുംബങ്ങളിലെ ഗ്രീഷ്മയുടെ അമ്മയും അച്ഛനും. അമ്മയെ കഴിഞ്ഞ ദിവസമാണ് കോടതി വെറുതെ വിടുന്നത്. അതോടൊപ്പം ഷാരോണിൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു. ഷാരോണിൻ്റെ കുടുംബത്തെ കോടതി അകത്തേക്ക് വിളിപ്പിച്ചു. കോടതിക്ക് ജഡ്ജി ഇരിക്കുന്നതിന് സമീപത്തേക്ക് വിളിപ്പിച്ചു. അതിനുശേഷം അവരെ കൂടി നിർത്തിയാണ്, അവരെ കൂടി വിധി വായിച്ചു കേൾപ്പിച്ചു. അതോടൊപ്പം തന്നെ ഗ്രീഷ്മയും ഈ വിധി കേട്ട് നിൽക്കുകയായിരുന്നു. വിധി കേട്ട് ഈ കുടുംബം തൊഴുകൈകളോടെയാണ് നന്ദി പറഞ്ഞത് കോടതിക്ക്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അവർ നന്ദി പറയുന്നു. ഈ കേസിൽ ഇങ്ങനെ ഒരു വിധി ഉണ്ടാകുമോ എന്നൊരു സംശയം ആദ്യഘട്ടത്തിൽ മുതൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ പറയുന്ന ഷാരോണിനെ ഗ്രീഷ്മ കൊലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വിഷം നൽകുന്നത് കണ്ട ആളുകളില്ല, സാക്ഷികളില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. മാത്രമല്ല, ഈ ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആശുപത്രിയിൽ കിടന്നു നൽകിയ മരണമൊഴിയിൽ പറഞ്ഞു വെക്കുന്നത് ഗ്രീഷ്മ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ളതാണ്. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഗ്രീഷ്മയെ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഗ്രീഷ്മയ്ക്കെതിരെ ഒരു പ്രശ്നവും ഉണ്ടാകരുതേ എന്ന് ഈ മരണക്കിടക്കയിൽ പോലും ഷാരോൺ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു മൊഴി അത് വളരെ പ്രശ്നമായി നിന്നിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടക്കാൻ പരുവത്തിനുള്ള തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞു. പ്രതിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത് ഗ്രീഷ്മ 21-കാരിയാണ്, അതിനാൽ വധശിക്ഷ നൽകരുത്, ജീവപര്യന്ത ശിക്ഷയും നൽകരുത്, 10 വർഷം പരമാവധി എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞ കാര്യം, ഷാരോൺ ഈ കേസിൽ പരാതി നൽകിയിട്ടില്ല. ഷാരോണിന്റെ മരണമൊഴിയിൽ പോലും ഗ്രീഷ്മയ്ക്കെതിരെ ഒന്നും പറയുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ കോടതി അതിനെയെല്ലാം മറികടക്കാൻ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വധശിക്ഷ നൽകുന്നത് എന്ന് വ്യക്തമാക്കാനായി കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. അതിൽ പറയുന്നത് പ്രായം ഒരു പ്രശ്നമേ അല്ല. ഒരു കുറ്റം ചെയ്യുമ്പോൾ അതേ പ്രായത്തിൽ തന്നെ, ഈ ഗ്രീഷ്മയുടെ 24 വയസ്സാണ് പ്രായമെങ്കിൽ 1 വയസ്സ് മാത്രം കൂടുതൽ ഉണ്ടായിരുന്ന ഒരാളാണ് കൊന്നുകളഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായും ആ നീതി ഗ്രീഷ്മയെ അർഹിക്കുന്നില്ല. പ്രായക്കുറവ് എന്ന് പറയുന്നത് പരിഗണിക്കേണ്ടതേയില്ല. അതോടൊപ്പം ഈ രണ്ടുപേരെ, ഈ ഷാരോണിന്റെ അച്ഛനെയും അമ്മയെയും കോടതിക്ക് അകത്തേക്ക് വിളിച്ചു കയറ്റിയത് അവരുടെ പ്രായം കൂടി പറയാനാണ്. ഗ്രീഷ്മയ്ക്ക് പ്രായക്കുറവാണ് ഒരു കാര്യമെങ്കിൽ ഈ പറയുന്ന മറ്റു രണ്ടാളുകൾക്കും, ഷാരോണിന്റെ അച്ഛനും അമ്മയ്ക്കും പ്രായമായി വരികയാണ്. അതിൽ അച്ഛനൊരു സ്ട്രോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് കോടതി ഈ പറയുന്ന രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചു വരുത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഷാരോണിന് പരാതിയില്ല എന്നുള്ളതായിരുന്നു. ഷാരോൺ മരണമൊഴി നൽകിയപ്പോൾ ഗ്രീഷ്മയുടെ പേര് പറഞ്ഞില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഷാരോണിന് പരാതി ഉണ്ടോ എന്നുള്ളത് ഇവിടുത്തെ പ്രശ്നമേ അല്ല എന്നാണ് ജഡ്ജ്മെന്റിൽ കോടതി വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ഈ ക്രിമിനൽ പശ്ചാത്തലമില്ല ഗ്രീഷ്മയ്ക്ക്, അതിനാൽ വധശിക്ഷ നൽകരുത്, അബദ്ധത്തിൽ പറ്റിപ്പോയതാണ് ഈ വിഷയം എന്നുള്ളതാണ്, ഈ കൊലപാതകം എന്നുള്ളതാണ് ഗ്രീഷ്മ പറഞ്ഞിരുന്നത്. പക്ഷേ അതും അംഗീകരിക്കാൻ കോടതി തയ്യാറായില്ല. അതായത് ഷാരോണിനെ കൊലപ്പെടുത്താൻ ഒരു ശ്രമമല്ല ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് ജ്യൂസ് ചലഞ്ചിൻ്റെയൊക്കെ ഭാഗമായി നേരത്തെ മുതൽ തുടങ്ങിയതാണ്. കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ജ്യൂസ് ചലഞ്ച് തുടങ്ങുമ്പോൾ മുതൽ തന്നെ ഗ്രീഷ്മ കുറ്റവാളിയാണ്. ആ കേസിൽ FIR ഇല്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഒരാളെ കൊലപ്പെടുത്താൻ ഒരു ശ്രമം നടന്നു, അറ്റംപ്റ്റ് ടു മർഡർ, അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ കേസും ആ വകുപ്പും നിലനിൽക്കും. അതിനാൽ തന്നെ അന്ന് മുതൽ ഗ്രീഷ്മ ഒരു കുറ്റവാളിയാണ് എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഷാരോൺ ഗ്രീഷ്മയെ മാനസികമായി പ്രതിസന്ധിയിലാക്കി, അതോടൊപ്പം തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തു, നഗ്ന വീഡിയോ കാട്ടി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് തെളിയിക്കാൻ